ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2012. ഇന്ന് ജൂലൈ മാസം 4-ാം തീയതി 185-ാമത്തെ ദിവസത്തിലെത്തി. കാനാവിലെ വിവാഹ വീട്ടിലേക്ക് ക്ഷണിച്ചത് മറിയം എന്ന അമ്മയാണ്. അവിടെ വലിയൊരു ആപത്ത് വരാൻ പോവുകയാണ്. പരിചിതമായ, വളരെ സുപരിചിതമായ വീട്ടു സാഹചര്യവുമാണ് നമ്മളെ സംബന്ധിച്ച്. വീണ്ടും അങ്ങോട്ടൊന്ന് കടന്നു പോകേണ്ടത് ഈ കാലത്തിനും ആവശ്യമാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും തകർച്ചയും തളർച്ചയും ഒക്കെ വരാത്തത് എവിടെയാണ്? ആർക്കാണിതൊക്കെ നേരിടാനായിട്ട് അവസരം കിട്ടാത്തത്? അങ്ങനെ തന്നെ ചോദിക്കും. എന്ന് വെച്ചാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ട്, ഒരു സംശയവുമില്ല. അങ്ങനെ ജീവിതത്തിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധിയോ പ്രശ്നമോ സംഘർഷമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം എടുക്കുന്ന ചില പൊതു നിലപാടുകളുണ്ട്. അത് പൊതുവെ വളരെ കൃത്യമായൊരു നിലപാടാണ്. എന്തുകൊണ്ടാണെന്നാണ്. ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു, വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയോ വാഹനാപകടം ഉണ്ടാവുന്നു, നമ്മുടെ പൊതു പ്രതികരണം എങ്ങനെയാണ്? എന്താ പറ്റിയേ? ഓവർ സ്പീഡായിരുന്നു ആദ്യത്തെ ചോദ്യമാണ്. പ്രത്യേകിച്ചത് ചെറുപ്പക്കാരും കൂടെ ആണെന്നറിഞ്ഞാൽ, പ്രായത്തിൽ കുറഞ്ഞവരും കൂടെ ആണെന്നറിഞ്ഞാൽ വല്ലാത്തൊരു മുൻവിധി ഉണ്ടാവും. പിന്നെ വിസ്താരവും തുടർന്നു വരുന്ന വിധിയുമൊക്കെ ആ റൂട്ടിലൂടെയാണ്. യഹൂദരെ സംബന്ധിച്ച് വിവാഹം അതിൻ്റെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കൃപയുടെ അടയാളമായിരുന്നു വീഞ്ഞ്. അത് അവരുടെ വിരുന്നുമേശയുടെ ഒരു ഭാഗമാണ്, അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാണ്. അത് ഇല്ലാതാകുകയാണ്, അതിൻ്റെ ഒരു കുറവാണ്. അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ് കേട്ടോ. വീട്ടുകാരും അത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ആരെയോ. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഇവന്റ് മാനേജ്മെന്റ് അല്ലേ, ചുമതലപ്പെട്ടവരുണ്ട്. ഇതിനൊക്കെ ഒരു മാനേജറുണ്ട്. മാനേജറുടെ കീഴിൽ ഒരുപാട് ചുമതലപ്പെട്ട ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുമുണ്ട്. അവരാരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ആപത്തിനെ കുറെ കൂടി വിപുലപ്പെടുത്തുന്നത്, വഷളാക്കുകയാണ് കേട്ടോ. ഇവരൊക്കെ കൃത്യമായി അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരത്തിലേക്ക് എത്തുമായിരുന്നല്ലേ. മറിയം എന്ന അമ്മയുടെ പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ അതാ കേട്ടോ. എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കുറവുകൾ വന്നതിന് ശേഷം കടന്നു വരുന്ന അതിഥിയല്ല. പിന്നെ കുറവുകളൊക്കെ വരുന്നതിന് മുമ്പേ, വീഴ്ചകൾ വരുന്നതിന് മുമ്പേ, പരാജയം എത്തുന്നതിന് മുമ്പേ, തളർച്ചയിൽ നമ്മൾ തകർന്നു പോകുന്നതിന് മുമ്പേ നമ്മുടെ അടുക്കിലേക്ക് എത്തുന്ന ആളാണ് അമ്മ. ഈ അമ്മയെ കുറെ കൂടി നമുക്കൊന്ന് സ്നേഹിച്ചാൽ, ഈ അമ്മയോട് ചേർന്ന് നിൽക്കാനായിട്ട്, നല്ലൊരു മകനും മകളുമായി മാറാനായിട്ട് നമുക്കും ഒന്ന് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ആമേൻ.